ശ്രീ രാജഗോപാൽ, പോറ്റിയെ കയറ്റിയത് ആര് എന്ന ചോദ്യം വരുമ്പോൾ വളരെ സാങ്കേതികമായി പോറ്റി എന്നാണ് ശബരിമലയിലേക്ക് എത്തിയത് എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന വാദം ഇവിടെ ഉയരുകയാണ്. യഥാർത്ഥത്തിൽ പോറ്റി അവിടെ ഈ സ്വർണ്ണപ്പാളികൾ നന്നാക്കാൻ കൊണ്ടുപോകുന്ന രൂപത്തിൽ അവിടെ ശക്തനായത് എപ്പോഴാണ്, എന്നാണ് സ്വാധീന ശക്തിയായത്? ഇതാണല്ലോ ചോദ്യം. 2 കേസുകളാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഈ 2 കേസുകളിൽ SIT അന്വേഷണം ഏറ്റവും ഒടുവിൽ VSSCയുടെ രണ്ടാമത്തെ പരിശോധനയിൽ ഈ 575 ഗ്രാം സ്വർണം തിരികെ പൂശി എന്ന പ്രതികൾ SITയോട് പറഞ്ഞത് കള്ളമാണ് എന്ന് തിരിഞ്ഞിട്ടുണ്ട്. 986 ഗ്രാം സ്വർണം ഉരുക്കിയപ്പോൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അതിലപ്പുറം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ പറയുന്നു വീണ്ടും ഈ പരിശോധനയിലേക്ക് കടക്കണമെന്ന്. അതായത് ഒരു അന്തിമ പരിശോധന എന്ന രൂപത്തിലേക്ക് രണ്ടാമത്തെ പരിശോധനയും എത്തിയിട്ടില്ല എന്ന വിവരമാണ് കേൾക്കുന്നത്. ശ്രീ രാജഗോപാൽ, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? സ്മൃതി, ഈ പോറ്റി ശബരിമലയിൽ കയറിയ തീയതി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് പത്തനംതിട്ടയിൽ വെച്ച് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 2004-ലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നത്. അന്ന് ദേവസ്വത്തിന്റെ മന്ത്രിമാരുടെ പേര് പറഞ്ഞില്ല കേട്ടോ, ദേവസ്വം മന്ത്രിയുടെ പേരന്ന് പറഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞില്ല. KC വേണുഗോപാലിനാണല്ലോ ആ സമയത്ത്, KC വേണുഗോപാലിനാണ് ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വരുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള തെളിവും അതായത് നമ്മൾ കേട്ട കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ SIT ഈ ഡേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ, അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് കൊടുത്തിട്ടുണ്ടോ നമുക്കറിയത്തില്ല. നമ്മൾ ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ പൊതുവേദിയിലും നമ്മൾ കേട്ടിട്ടുള്ളത് ഈ പത്മകുമാർ പറയുന്നതായിട്ടാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും MLAയുമായിരുന്ന പത്മകുമാർ, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹം ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു ബൈറ്റ് കൊടുത്തിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007-ലാണ് ശബരിമലയിൽ എത്തുന്നതെന്ന്. ശബരിമലയിൽ എത്തുന്ന തന്ത്രിയുടെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. തന്ത്രി ആ സമയത്ത് ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിന്റെ തന്ത്രി ആരായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ദൈവതുല്യർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ആലപ്പുഴക്കാരനായ ഒരു മാധവൻ പോറ്റിയുടെ സഹായിയായിട്ട്, ശരിക്കുള്ള ജോലിയൊന്നുമില്ല, ഈ അടിച്ചുതളി എന്നൊക്കെ പറയുന്ന ഒരു ജോലിയാണ്. നമ്മളവിടെ പാത്രങ്ങളൊക്കെ കഴുകുക, പൂക്കളും മറ്റൊക്കെ പുറത്തേക്ക് കൂട്ടുക, അങ്ങനെയൊക്കെയുള്ളൊരു ജോലി മാത്രമായിട്ടാണ് ഇയാൾ അവിടെ വരുന്നത്. അതിനുശേഷം ആ സമയത്തെ ചിത്രങ്ങളാണ്, 2007-ലെ ചിത്രമാണ് മാതൃഭൂമി പുറത്തുവിട്ടതായിട്ട് സ്മൃതി പറയുന്നത്. ശരിയാണത്, 2007-ലെ ചിത്രത്തിലുണ്ട്. അങ്ങനെ വെറും അതന്ന് ശമ്പളം പോലും ഇല്ല, ഇവരാരെങ്കിലും കൊടുക്കുന്ന അലവൻസ് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷെ അയാളുടെ സ്വാധീന ശക്തി എന്താണെന്ന് നമ്മൾ കണ്ടില്ലേ ചിത്രങ്ങളില്. ശബരിമലയിലെ പ്രധാന തന്ത്രിയുടെ തൊട്ടുപുറകിലായിട്ട് അദ്ദേഹം ഇരിക്കേണ്ട ആവണിപ്പലക അടക്കം അല്ലെങ്കിൽ തീർത്ഥം തെളിക്കേണ്ട പാത്രങ്ങളും ഒക്കെ ആയിട്ടാണ് ഇയാൾ നിൽക്കുന്നത്. മേൽശാന്തി വളരെ അകലെയാണ് നിൽക്കുന്നത്. അപ്പൊ പോറ്റിയുടെ സ്വാധീന ശക്തി അന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇയാൾ 2012 കാലങ്ങളിലൊക്കെ ചെറിയ ശമ്പളക്കാരനായി, പിന്നീട് 14-15-ലൊക്കെയാണ് ഇയാൾ അവിടെ സ്പോൺസറായിട്ട് മാറുന്നത്. അങ്ങനെയാണ് പോറ്റിയുടെ ഒരു വളർച്ച ഇതിനകത്തുണ്ടാകുന്നത്. അതാണ് അതിന്റെ ഒരു ഉത്തരവെന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ചോദിച്ചതുപോലെ ഈ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ സ്വർണം തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, SITയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അതിനകത്ത് സംബന്ധിച്ചിരിക്കുന്നത്. SIT ഇന്നിപ്പോ ചാനലുകളിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് 928 പവൻ മാത്രമല്ല, അതിൽ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാം, ശബരിമലയിൽ നിന്ന് 4-4.5 കിലോ സ്വർണം പോയിട്ടുണ്ട്. അതിനകത്തിലെ 918 ഗ്രാമോ 28 ഗ്രാം മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. അത് സത്യമാണത്. അപ്പൊ ആ സ്വർണം എന്തിയെ, ആ പോയ സ്വർണം എങ്ങോട്ട് പോയിരിക്കുന്നു? അതിനുള്ള ഉത്തരമാണ് ഇപ്പൊ SIT തേടിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് അവർക്ക് സാവകാശം കൊടുക്കുന്നത്. ഇപ്പൊ VSSCയുടെ പരിശോധനകളും അതിനോടൊപ്പം തന്നെ നീക്കുന്നതിന്റെ കാര്യം അതുകൊണ്ടൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് ഇക്കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. ദേവസ്വം ബെഞ്ച് പലതവണ പറഞ്ഞില്ലേ, ഏതൊക്കെ പ്രതികൾ വേണമെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങി പൊക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കൂ. നിങ്ങൾ SITയോടെ പറയുന്ന, അവർക്ക് എന്തൊരു ആത്മവിശ്വാസമാണ് കൊടുത്തത് നോക്കൂ. നിങ്ങൾ കൃത്യമായിട്ട് ഇത് അന്വേഷിച്ച് എത്ര സമയം വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, അതിനകത്തൊന്നും പ്രശ്നമില്ല. കാരണം നമ്മളിപ്പോ കണ്ടില്ലേ, പോയ ആരെങ്കിലും സമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പക്ഷെങ്കിൽ ഇന്നായിരിക്കും അവിടെ വീട്ടിൽ കിടന്ന് സമാധാനമായിട്ടൊന്നും ഉറങ്ങുന്നെന്ന് തോന്നുന്നു. കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം 2 ദിവസവും SITയുടെ മുമ്പിലായിരുന്നു, SIT മുമ്പിലായിരുന്നു. ഇനിയിപ്പോ ഇന്നുറങ്ങിയാലും നാളെ രാവിലെ ED നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഇയാളുടെ ഇഷ്ടം പോലെ അസറ്റുകൾ പിടിച്ചിട്ടുണ്ട്. നമ്മളെ അറിയുന്ന പ്രകാരം ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിലോട്ട് ഒരുപാട് ആസ്തികൾ അവര് മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമ്മൾ വിശ്വസിക്കുക ഭരണഘടനാപരമായിട്ട് ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പരമോന്നത കോടതി എന്ന് തന്നെ വിശേഷിപ്പിക്കാം അല്ലേ, ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്, അവരത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. സ്വർണം നഷ്ടപ്പെട്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അതിനകത്ത് സംശയമില്ലാത്ത കാര്യമാണ്. പാളികളുടെ മാറ്റമാണ്. ഇപ്പോൾ അന്വേഷണത്തിൽ പല ഭാഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന സമ്മർദ്ദം ഏതെങ്കിലും രൂപത്തിലുണ്ടായി പല ഭാഗങ്ങളിലേക്ക് അന്വേഷണം ഡീവിയേറ്റ് ചെയ്തു പോകുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? കാരണം ഈ പാളികൾ ഈ പറയുന്ന 2 FIRൽ നിന്ന് അപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങളിലേക്ക് പോവുകയാണോ? ഇപ്പോൾ അടൂർ പ്രകാശിനെ വിളിപ്പിക്കുന്നു, കടകംപള്ളിയെ വിളിപ്പിക്കുന്നു, ഇനിയിപ്പോൾ ആന്റണി വിളിപ്പിക്കാൻ പോകുന്നു. ഇതൊക്കെ പറയുന്നത് പോറ്റിയുമായുള്ള ബന്ധം കണ്ടെത്താനാണ്, പോറ്റിയുമായി മറ്റെന്തെങ്കിലും ഇടപാടുകളുണ്ടോ എന്ന് കണ്ടെത്താനാണ്. നമുക്ക് സ്വർണ്ണക്കൊള്ളയാണല്ലോ പരിശോധിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ടോ യഥാർത്ഥത്തിൽ SIT? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അത് നമുക്ക് SITയുടെ അന്വേഷണ റിപ്പോർട്ടുകൾ ഒരുപക്ഷെ ജാമ്യമോ മറ്റ് കേസുകളൊക്കെ വരുമ്പോഴോ, അല്ലെങ്കിൽ നാളെ കൊടുക്കുന്നുണ്ട്, നാളെ ഒരു ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ആ സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. കാരണം നമ്മളാരും ഇത് അറിയുന്നില്ല, നേരിട്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിന് പോകുന്നതായതുകൊണ്ട് നമ്മളിത് അറിയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനെയോ അല്ലെങ്കിൽ അടൂർ പ്രകാശിനെയോ ഇനിയിപ്പോൾ ഈ പറയുന്ന ആന്റണിയോ അവരെയൊക്കെ വിളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ മറ്റവരെ 2 പേരെ വിളിപ്പിച്ച് പിന്നെ രണ്ടുപേരെ ഓരോ തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെ ആരും ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, അവരുടെ പേരിൽ ചോദ്യം വന്നിരിക്കുന്നത്. അവർ വഹിച്ചിരുന്ന സ്ഥാനങ്ങളിൽ അവിടെ ഉത്തരവാദിത്തത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? അതേപോലെ തന്നെ ഈ ചിത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൂടുതൽ ചോദ്യം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ 2 ചിത്രങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യത്തെ കൊണ്ട് നിൽക്കുന്നില്ലല്ലോ കാര്യങ്ങൾ. കൂടുതൽ സപ്ലിമെന്ററി ചോദ്യങ്ങൾ ഉണ്ടാകും. കാരണം പോറ്റിയുമായിട്ടാണ് ഇടപാട്, ഇവരുടെ എല്ലാ ഇടപാട് പോറ്റിയുമായിട്ടാണ് നിൽക്കുന്നത്. പോറ്റി മോശക്കാരനൊന്നും അല്ലല്ലോ. പോറ്റി ഇത്രയും രൂപ അവിടെ പിന്നെ ഏതാണ്ട് ഇപ്പോൾ അവർ കണ്ടെത്തിയ തുകയാണ് 1.35 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് വരും, ചോദ്യങ്ങളുണ്ടാകും. ഇവർക്കും എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ, ഇവരും എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കും അവരും വിട്ടു പറയുന്നില്ല. ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും അടൂർ പ്രകാശ് ആണെങ്കിലും അവരെ പറഞ്ഞില്ലേ, എല്ലാം അവർ പറയേണ്ടവരാണ്, അവർ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയേണ്ടവരാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് സംശയം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഒരു തവണ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ ഒരു തവണയെ പോയിട്ടുള്ളെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എന്താ കാണുന്നത്, 2ാമത്തെ തവണ പോയിട്ടുണ്ടെന്നുള്ള ചിത്രമാണ് റിപ്പോർട്ടർ ഇന്ന് കൊടുത്തത്. അതേപോലെ തന്നെ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഒരുപാട് ചിത്രങ്ങളാണ് വന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം കാണിക്കുന്നത് എന്തോ ഒരു തിരുവാതിരകളി, പോറ്റി നടത്തിയ എന്തോ ഒരു തിരുവാതിരകളിയുടെ നടുക്കും അടൂർ പ്രകാശ് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വരാതെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇവരെ ഈ കേസുമായിട്ട്, ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.